ഹലോ ഗൈസ്, ഇന്ന് നല്ലൊരു സാരി ഡിസൈനുമായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ സാരിയിൽ എങ്ങനെയാണ് ക്രോഷ്യ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ട്യൂട്ടോറിയൽ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നല്ലൊരു ക്രോഷ്യയിൽ ക്രോഷ്യ വർക്കിൽ ചെയ്യുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇത് ഒരു യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു കളറിലുള്ള സാരിയാണ്. അപ്പോൾ ഞാൻ അതിൽ ഗ്രീൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് ക്രോഷ്യ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഞാൻ പല ഡിസൈനിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിസൈനാണ്. ഇത് ഒരു സൈഡിലായിട്ട് വരും. അങ്ങനെ പിന്നെ മുന്താണിയുടെ ഭാഗത്ത് പേൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഷോർട്സ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. ഇതിൽ പിന്നെ ലേസ് വർക്ക് കൊടുത്തതിന് ശേഷം പേൾ വർക്കും കൂടെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഉണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഇതാണ് ഇത്. ഈ സൈഡിൽ ഇങ്ങനെ വരും. അതായത് നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞ് ഈ സൈഡിലാണ് ഇങ്ങനെയാണ് ഈ പേൾ വർക്ക് ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് പേൾ വർക്ക്. അപ്പോൾ നല്ല ഭംഗിയാണ്. അത് ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ സാരിയൊക്കെ അട്ടിയിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഗ്രീൻ കളറും അതിൽ നല്ലൊരു പേളും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ പേൾ വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ പല ഡിസൈനിലും പേൾ വർക്ക് ചെയ്യാം. ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് ഇത്. ഒരു ലേസ്, ക്രോഷ്യയുടെ ലേസ് കൊടുത്തു. അതിനുശേഷം ഈ ഭാഗത്ത് വരുന്നിടത്ത് പേൾ കൊടുത്തു. അതേപോലെ അതിൻ്റെ മറുവശത്ത് വരുന്നിടത്ത് ഈ ഡിസൈനുമാണ് കൊടുത്തത്. ഇത് ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ വരും. അവിടെയും പിന്നെ വേറൊരു ഡിസൈനിൽ ക്രോഷ്യ വർക്ക് ചെയ്തു. ക്രോഷ്യയുടെ ലേസ് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ തുമ്പത്ത് ഒരു പേളും കൊടുത്തു. അപ്പോൾ അത് പിന്നെ നല്ലൊരു ഡിസൈനാണ്. പുതിയൊരു മോഡൽ ഡിസൈനാണ്. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് കഴിയുമ്പോൾ. നമ്മൾ സാരിയിൽ ക്രോഷ്യ ചെയ്യുമ്പോൾ സാരിയിൽ ഉള്ള കളറ് തന്നെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ സാരിയിലുള്ള കളർ തന്നെ ഏത് കളറിലാണോ സാരി ഉള്ളത് ആ സാരീൻ്റെ ഏതെങ്കിലും ഒരു കളറ് എടുത്തിട്ട് വേണം, പിന്നെ ഏതെങ്കിലും ഒരു കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനിപ്പം ഇതിൻ്റെ ബോർഡറിൽ ലേസ് വർക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതാണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ബാക്കി ഉള്ള ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇതേപോലുള്ള അധികം ഡിസൈനൊന്നും ഇല്ലാത്ത കോട്ടൻ്റെ സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ലേസ് വർക്ക് കൊടുക്കാം. ഇപ്പം ബ്ലാക്കും വൈറ്റും ഉള്ള കളറിലുള്ള സാരി ഉണ്ടെങ്കിൽ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഏതാണോ പിന്നെ അതിൽ കളർ എടുത്ത് കാണിക്കുക, ആ കളർ വേണം ആഡ് ചെയ്യാൻ. ഇപ്പോൾ ബ്ലാക്കും ത്രെഡും അതിൽ കൂടുതൽ ബ്ലാക്കാണ് വരുന്നതെങ്കിൽ ബ്ലാക്ക് തന്നെ കൊടുക്കണ്ട. അതിൽ ബ്ലാക്കും റെഡും അല്ല, ബ്ലാക്കും വൈറ്റും വരുമ്പോൾ അപ്പോൾ വൈറ്റ് കൊടുക്കുക. ഇനി ബ്ലാക്കും റെഡും ആണെങ്കിൽ റെഡ് വർക്ക് കൊടുക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഏതാണോ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് കാണുക, വർക്ക് കാണുക, ആ കളറിൽ കൊടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. സാരിയിൽ ആ വർക്ക് ശരിക്കും മനസ്സിലാവുക. അങ്ങനെയായിരിക്കും. അപ്പോൾ ചിലവർക്ക് പിന്നെ അധികം കൂടുതൽ അട്രാക്റ്റീവ് വേണ്ടെന്ന് പറയും. അപ്പോൾ ആ അട്രാക്റ്റീവ് ഇല്ലാത്ത ഏതാണോ അതിൽ പിന്നെ കളറ് കുറവായിട്ട് വരുന്നത്, അതായത് കൂടുതൽ എടുത്ത് കാണിക്കാത്ത കളർ, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. പക്ഷേ എപ്പോഴും ഇപ്പോൾ ഈ കളറിൽ യെല്ലോ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഭംഗി ഗ്രീനിൽ തന്നെയാണ്. ഇപ്പോൾ ഗ്രീൻ വർക്കാണ്. ഇതിൽ വേണമെങ്കിൽ യെല്ലോവും കൊടുക്കാം. അപ്പോൾ ആ യെല്ലോയിൽ ചെയ്യുമ്പോൾ അത്രയും ഭംഗി കിട്ടില്ല. ഈ ഗ്രീനിൽ ഉള്ള ആ ഭംഗി യെല്ലോയിൽ കിട്ടില്ല. അപ്പോൾ ഞാനിത് പിന്നെ ഇതിൽ കൂടുതൽ യെല്ലോ ആണെന്നുള്ളത്, പിന്നെ ഗ്രീനാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗ്രീൻ തന്നെ കൊടുക്കാം. അങ്ങനെയാണ്. ഇപ്പോൾ ചിലവർ പറയുമെങ്കിൽ യെല്ലോ തന്നെ മതി. പക്ഷേ യെല്ലോനെക്കാളും ഭംഗി ഉണ്ടാവുക ഗ്രീനാണ്. യെല്ലോ വേണ്ടുന്നവർക്ക് അങ്ങനെ ഇപ്പം അധികം ശ്രദ്ധിക്കപ്പെടേണ്ട, ഇങ്ങനെ ജസ്റ്റ് വർക്ക് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, അവർക്ക് യെല്ലോ ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടം ഈ ഗ്രീൻ കളറാണ്. അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളറിൽ ചെയ്യുന്ന നല്ലൊരു പിന്നെ ഡിസൈനുമാണ്. അപ്പോൾ നമുക്ക് ക്രോഷ്യൻ്റെ പല ഡിസൈനിലും ചെയ്യാം. ഞാനിപ്പം
ഈ ഡിസൈനിലാണ് ഇതിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാരിയിലൊന്നും ഒരുപാട് വലിയ ഡിസൈനിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ സിമ്പിൾ ഡിസൈനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് പിന്നെ മൾമൾ കോട്ടൻ്റെ സാരിയാണ്. അപ്പോൾ സൈഡിൽ വർക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രോഷ്യ വർക്ക് ചെയ്യാം. അങ്ങനെ ഇതിൽ ക്രോഷ്യ ചെയ്യാം വിചാരിച്ചു. അതേപോലെ ഞാൻ പ്ലെയിൻ തുണി വാങ്ങിച്ചിട്ട് അതിൽ ക്രോഷ്യ ചെയ്യലുണ്ട്. അതല്ലാണ്ട് ഈ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അതുപോലെ നല്ല പിന്നെ ചന്തേരി കോട്ടൻ്റെ മെറ്റീരിയലും പിന്നെ പല ടൈപ്പിലുള്ള പ്രിൻ്റുള്ള മെറ്റീരിയലൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലൊക്കെ പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന കളർ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ക്രോഷ്യ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സൈഡിൽ പിന്നെ ഇതുപോലുള്ള ലേസ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. റെഡും ബ്ലാക്കും ആണെങ്കിൽ റെഡ് കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ അതിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ വൈറ്റിൽ പിന്നെ വൈറ്റും ബ്ലാക്കും ആയുള്ള സാരിയിൽ പിന്നെ കൂടുതൽ വരുന്നത് ബ്ലാക്ക് വൈറ്റാണ് കൂടുതൽ വരുന്നതെങ്കിൽ ബ്ലാക്ക് കുറവേ ഉള്ളൂ എങ്കിൽ നമുക്ക് ആ കളർ സാരിയിൽ ബ്ലാക്ക് കളർ കൊടുത്താൽ മതി. അപ്പോൾ ഏത് കളറാണോ കുറവുള്ളത് ആ കുറവുള്ള കളറാണ് നമ്മൾ സാരിയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ബോർഡർ എടുത്ത് കാണിക്കുമല്ലോ. കുറേ ആയി ഒരു മേക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. എപ്പോഴും സമയം കിട്ടില്ല. മേക്കിംഗ് വീഡിയോ ഇടണ്ട്, വീഡിയോ എടുക്കാനും ഒന്നും ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ മേക്കിംഗ് വീഡിയോ ആയിട്ട് വരാത്തത്. ഇപ്പോൾ കുറേ ആയി എന്തൊക്കെയോ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കുറേ ആയല്ലോ ഒരു ക്രോഷ്യയുടെ മേക്കിംഗ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കും. ചിലപ്പോൾ വർക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഫോണിൽ കോള് വന്നു, അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വരും, അതല്ലെങ്കിൽ ഇതുപോലെ ഫോണിൽ കോള് വരും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ് ആയിരിക്കും. പിന്നെ ആ വീഡിയോ എനിക്ക് കളയേണ്ടി വരും. മിക്കപ്പോഴും ആരെങ്കിലും വീട്ടിൽ കോളിംഗ് ബെല്ലായിരിക്കും അടിക്കുന്നത്. കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ തീർന്നു, ആ വീഡിയോ പോകും. പിന്നെ അത് രണ്ടാമത് എടുക്കാൻ മൂടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ അങ്ങോട്ട് പോകും. അപ്പോൾ ഒരുപാട് ഷോർട്സ് വീഡിയോ ആകുമ്പം ഒരു 1 മിനിറ്റൊക്കെ അല്ലേ വേണ്ടു. അപ്പോൾ ഷോർട്സ് വീഡിയോ ആണ് കൂടുതലും ഈയിടെയായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരിയിലും തന്നെ ഞാൻ ഒരുപാട് സാരിയിൽ വർക്ക് ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ വിചാരിച്ച് വീഡിയോ ഒന്നെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഈ സാരിയിൽ ഇതേ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്ത് ഒരേ ഹോളിൽ ആ സെയിം ഹോളിൽ തന്നെയാണ് നമ്മൾ പിന്നെ നീഡിലിടുന്നത്. ഞാൻ ആദ്യം തന്നെ അത് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോളിൽ തന്നെ ഇടുക. ഹോളിന് മാറി മാറി ചെയ്യരുത്, ആ സെയിം ഹോളിൽ ഇടുക. അപ്പോൾ എപ്പോഴും നീഡിൽ വാങ്ങിക്കുമ്പോൾ പിന്നെ നമ്മൾ നൂല് എങ്ങനെയുള്ളതാണോ ആ നൂല് അതിനനുസരിച്ചുള്ള നീഡിൽ തന്നെ ഉപയോഗിക്കണം. പിന്നെ വലിയ വണ്ണമുള്ള നീഡിലല്ല. അതായത് ഇത് വളരെ നേരിയൊരു നീഡിലാണ്. അപ്പോൾ ആ നീഡിൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ സാരിയിൽ പിന്നെ സാരി ഇല്ലെങ്കിൽ കീറിപ്പോവും വലിയ നീഡിലാകുമ്പോൾ. പിന്നെ നമുക്ക് കുത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നേര് നീഡിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കുത്തിയെടുക്കാൻ പറ്റില്ല. അതായത് സൂചിയുടെ മൊനയുടെ ആ വലുപ്പത്തിലുള്ള നീഡിൽ ഉണ്ടാവും. അതിൻ്റെ സൂചിയുടെ മൊനയുടെ അത്രേ ഉണ്ടാവുള്ളൂ. ആ നീഡിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരുപാട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ബ്രൈഡൽ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. അതല്ല സാധാരണ സാരിയിലാണെങ്കിലും എല്ലാ സാരിയിലും ചെയ്തു കൊടുക്കുന്നുണ്ട്.
ബ്രൈഡൽ സാരിയിൽ പിന്നെ സാധാരണ ക്രോഷ്യ വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ആ സാരിയുടെ കളറിൽ ഉള്ള മാച്ചിങ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. സിൽക്ക് അതായത് നല്ല പിന്നെ കോസ്റ്റ്ലി ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ പേൾ വർക്കൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയാൽ നിങ്ങൾ ആരും കാണൂല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നത്. നേരത്തെ സാരി എല്ലാം കാണിച്ചു തന്നായിരുന്നു. ഇനി ഇതിൻ്റെ പുതിയ ഒരു ഡിസൈനായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.